ഞാൻ ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്. ഡിഗ്രി കഴിഞ്ഞു 1 ഇയർ ഞാൻ UPSC കോച്ചിങ്ങിന് പോയി. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഒരു 6-7 months ഒക്കെ ഞാൻ ഒരു ഷോപ്പിൽ മൈജിയിൽ അക്കൗണ്ട്സ് ക്യാഷ്യറായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ മാരേജ് കഴിഞ്ഞ് പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയി. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് മോൾക്കൊരു 8-9 months ഒക്കെ ഉള്ളപ്പോഴാണ് ഞാൻ എൻട്രിയുടെ ഈ ആഡും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ വീഡിയോസൊക്കെ കണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തതാണ് കോഴ്സിന്. സത്യം പറഞ്ഞാൽ 8-9 months ഉള്ള മോളെയും വെച്ചിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ കോഴ്സ് ചെയ്തതും എല്ലാം. ഇപ്പോൾ മോള് ആ സമയത്തൊന്നും തീരെ ഉറങ്ങില്ലായിരുന്നു. മോള് ജനിച്ചപ്പോൾ തുടങ്ങി ഉറക്കമൊന്നുമില്ലാത്ത. അപ്പം ഞാൻ വെളുപ്പിന് വരെയൊക്കെ ഉറങ്ങാതിരുന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ മോളുടെ കാര്യങ്ങൾ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിനായാലും മോള് വാശി പിടിച്ച് കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ക്ലാസ്സിൻ്റെ ഇടയിൽ. ചില സമയത്ത് എനിക്ക് ക്ലാസ് പകുതിക്ക് വെച്ച് മാമിനോട് പറഞ്ഞിട്ട് മോള് വാശി പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാനത് കഴിഞ്ഞിട്ടൊരു ഓൺലൈൻ ട്യൂട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴായപ്പോലും ഇപ്പോൾ അവൾക്ക് 1.5 years ആവുന്നേ ഉള്ളൂ. അവളെ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ. മാം, ഞാൻ വർക്ക് ചെയ്യുന്ന ഈ പ്ലാറ്റ്ഫോമും എൻട്രിയിൽ പഠിച്ചൊരു സ്റ്റുഡൻറ്റ് തുടങ്ങിയതാണ് കേട്ടോ. എൻട്രി പഠിച്ചൊരു സ്റ്റുഡൻറ്റ് സ്വന്തമായിട്ട് തുടങ്ങിയ ഒരു ഓൺലൈൻ ട്യൂട്ടറിങ് പ്ലാറ്റ്ഫോമാണത്. പിന്നെ ഞാൻ മോണ്ടിസോറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മെയിനായിട്ട് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ഇത് പഠിച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോളെ എനിക്ക് വീട്ടിൽ തനിച്ചാക്കി ജോലിക്ക് പുറത്ത് പോകാനോ അല്ലെങ്കിൽ എൻ്റെ മോളെ ഡേ കെയറിലാക്കി പോകാനോ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ ഞാൻ മോണ്ടിസോറി പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്ലേ സ്കൂളിലോ അല്ലെങ്കിൽ ഒരു മോണ്ടിസോറി സ്കൂളിലോ ഇവൾക്കൊരു 2 years ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ കയറുകയാണെങ്കിൽ എനിക്ക് ഇവളെയും കൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നത്. സത്യം പറഞ്ഞാൽ ഒരു സിവിൽ സർവീസ് ഓഫീസർ ആവാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീമാണ് അതെൻ്റെ. പക്ഷേ അതിൻ്റെ ഒപ്പം മോണ്ടിസോറി പഠിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് തോന്നാണ്. കാരണം എനിക്കിപ്പോൾ മോണ്ടിസോറിയിലേക്ക് വന്നപ്പോഴാണ് ഒരു ടീച്ചർ എന്ന് പറയുന്ന ഫീൽഡ് എത്രത്തോളം അടിപൊളിയാണെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഡ്രീം എന്ന് പറയുന്നത് ഇനി B.Ed ചെയ്യണം എന്നുള്ളതാണ്. അതും ഇൻഷാ അല്ലാഹ് ടൈം കിട്ടുമ്പോൾ സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ ചെയ്യും.